ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിത് അവിടെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നത്തെ ദിവസവും നല്ല രീതിയിൽ മുഴുവനാവട്ടെ. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ പോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇതും മദ്രസ്ക്ക് പോയിട്ടോ. ഇന്നലെ മദ്രസ് ഉണ്ടായിരുന്നില്ല, ബറാത്ത് നോമ്പൊക്കെ ആയതുകൊണ്ട് ഇന്നലെ ഒഴിവായിരുന്നു. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഉറങ്ങി. പിന്നെ എന്താ വെച്ചാൽ അവളെ കാലിന് ചെറിയൊരു മുറിവുണ്ട്, ചെരുപ്പ് ഇങ്ങോട്ട് ഇടാൻ പറ്റുന്നില്ല. ഇന്നലെ ഓൽമെൻ്റൊക്കെ കൊണ്ടുവന്ന് പുരട്ടി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെരുപ്പിടാൻ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെരുപ്പിടുമ്പോൾ എന്താ വെച്ചാൽ തട്ടണം, മുറിവ് തട്ടിയിട്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഓന് സ്കൂൾക്ക് അങ്ങനെ കൊക്കിച്ചടി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ സ്കൂൾക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും സ്കൂൾക്കും മദ്രസ്ക്കൊക്കെ പോകണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഓൽമെൻ്റൊക്കെ കൊണ്ടുവന്ന് തേച്ചപ്പോൾ ചെറിയൊരു ഉണക്കമുണ്ട്, ചെരുപ്പിടാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഞാനിതാ ചെറിയ രീതിയിലൊരു സ്കിൻ കെയർ ആണ്, അതായത് പിന്നെ മുഖം ഇങ്ങനെ ഡ്രൈ ആയിട്ട് പിന്നെ നീനുട്ടി മോളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു എന്താ പറയുക മോയ്സ്ചറൈസ് ക്രീം തന്നിട്ടുണ്ടായിരുന്നു. നീനുട്ടിൻ്റെ പഴയ മോയ്സ്ചറൈസ് ക്രീമാണ് കേട്ടോ, എന്ത് പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് മുഖത്ത് രാവിലെ എണീറ്റേക്കന്നെ ഒന്ന് തേച്ചുകൊണ്ടിരുമ്പോൾ സൺസ്ക്രീമും തേക്കണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തുത്തും പറയും ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ സ്കിന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം താത്ത, ഒന്ന് ശ്രദ്ധിക്കേണ്ടി എന്നൊക്കെ തുത്തും എപ്പോഴും പറയും കേട്ടോ. പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ജനുവരിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്കിൻ കെയറും കൂടി ഒന്ന് നോക്കണം, അതുകൂടി ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു മാസത്തോളം ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മളെ ശീലമല്ലേ ഉണ്ടാവുള്ളൂ. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ഭയങ്കര മടി. ഞാൻ അങ്ങനെ നമ്മളങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളല്ല കേട്ടോ, കൂടുതലല്ല തീരെ ശ്രദ്ധിക്കാത്ത ഒരാളാണ്. അപ്പം പിന്നെ അങ്ങനെ നിർത്തി. ഇപ്പോൾ ഇക്കൊല്ലെങ്കിലും തുടങ്ങണം ചെറുതായിട്ട്, എന്നാൽ നമുക്ക് പ്രായം കൂടി വരില്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ സ്കിന്നിന് വരില്ല. അപ്പോൾ മുഖം ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് 2 ദിവസമായി ഞാനിങ്ങനെ രാവിലെ മോയ്സ്ചറൈസ് ക്രീം തേക്കാൻ തുടങ്ങിയിട്ട്. സൺസ്ക്രീനും കൂടി തേക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ അതൊന്നും തേക്കാറില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കിച്ചണിലെത്തി വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി കുടിച്ചു. പിന്നെ പാത്രങ്ങൾ കഴുകി വെച്ചതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് വേണം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും പത്തിരി ഉണ്ടാക്കാം എന്നാണ് എൻ്റെ പ്ലാന്. ഇന്നലെ നോമ്പായപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പത്തിരി ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, മൂപ്പർക്ക് നോമ്പ് തുറക്കുന്ന സമയം പത്തിരി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും നോമ്പ് തുറക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ, നൈസ് പത്തിരി തിന്നാനാണല്ലോ ഇഷ്ടം. പക്ഷേ മൂപ്പര് എന്നോട് അത് ഉണ്ടാക്കല്ലേ എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഗീ റൈസ് തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഇമ്മ എനിക്കൊരു തമ്മിൽ പറഞ്ഞ പോലെ തന്നെ ഇമ്മ എനിക്കൊരു പത്തിരി ഉണ്ടാക്കാൻ നോമ്പൊക്കെ അല്ലേ എന്നും പറഞ്ഞിട്ട് എനിക്കൊരു സംഭവം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. പക്ഷെ അത് നമുക്ക് ആരായിട്ട് പത്തിരി ഉണ്ടാക്കുമ്പോഴാണ് അത് ഉപകാരപ്പെടുക. ഞാൻ കാണിച്ചു തരാം എന്തായാലും. ഏതായാലും ഞാൻ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു, കിച്ചണൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മുടെ പത്തിരിക്ക് പൊടി വാട്ടണം. ഇപ്പോൾ ചിക്കൻ കറി ഉണ്ട്, ഇന്നലെ നോമ്പ് തുറക്കാനുണ്ടാക്കി ചിക്കൻ കറി കുറച്ചുണ്ട്. അപ്പോൾ ഞാൻ കരുതി ചിക്കൻ കറി കാണുമ്പോൾ ഒരു പത്തിരി കഴിക്കാനൊരു ആഗ്രഹമാണ് അല്ലേ. പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കിയാലോ എന്ന് അങ്ങനെ വിചാരിച്ചു കേട്ടോ. ഇടിയപ്പം, അപ്പോൾ അത് ഐറൂസിന് ഇന്നാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയപ്പോൾ കഴിക്കാൻ ആ നൂല് പോലെ കണ്ടിട്ട് ഓന് കഴിക്കാൻ ഭയങ്കര മടി. അപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. അത് ഉണ്ടാക്കിയിട്ടോ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആര് കഴിക്കാനാ. ഞാനും മോളും രാവിലെ അരി ഭക്ഷണമൊന്നും കഴിക്കാറില്ല, ഞങ്ങൾ 2 മുട്ടയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ പിന്നെ ഉള്ളത് ഇതുമ്മും ഐറൂസും എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ്. അപ്പോൾ പിന്നെ ഞാൻ പത്തിരി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടു. അങ്ങനെ പൊടി ഞാൻ വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പത്തിരിയൊക്കെ ആകുമ്പോൾ കുഴക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇതാണ് ഉമ്മ എനിക്ക് എന്താ പറയുക വാങ്ങി തന്നത് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് ഉമ്മാക്ക് ആദ്യം വാങ്ങി ഉമ്മ ഉപയോഗിച്ച് നോക്കിയിട്ട് അത്ര അടിപൊളി ആയതുകൊണ്ടാണ് പിന്നെ എനിക്ക് അത് വീണ്ടും ഓർഡർ ചെയ്തിട്ട് വാങ്ങി തന്നതാണ് ഈ സാധനം. ഞാൻ ഏതൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മ എനിക്ക് വേണ്ടി ഇത് വാങ്ങിയിട്ടുണ്ട്, യൂസ് ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ നോക്കണത് കേട്ടോ. ഞാൻ ചൂടോട് കൂടി തന്നെ ഞാൻ ആ കവറിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ നൈസ് പത്തിരി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണമല്ലോ. അതും നമ്മൾ പൊടി വാട്ടി വെച്ച ആ ഒരു ചൂടോട് കൂടി തന്നെ നന്നായിട്ട് കുഴച്ചാലല്ലോ അതിൻ്റെ ഒരു സോഫ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് ഭയങ്കര ഉപകാരമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കൈ പൊള്ളുക അല്ലെങ്കിൽ ആ ഒരു കവറിൽ ഒട്ടി പിടിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് ആ ഒരു പൊടി വാട്ടി ഉടനെ തന്നെ ആ കവറിലിട്ടിട്ട് ഒരു കയറുണ്ട് ഒരു കെട്ടിയിടാനായിട്ട്, ആ ഒരു കയറ് കൊണ്ട് മെല്ലെ ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് അത് അങ്ങോട്ടും ഒന്നും ആവില്ല. നമ്മൾ ഊരിയാലേ പിന്നെ ആ കയറ് പോരുന്നുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തു. പിന്നെ ഞാൻ കുറച്ച് വെള്ളം
വെള്ളം കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഒന്നും കൂടി കുഴച്ചെടുക്കേണ്ട ആവശ്യം. നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവ് എന്തെങ്കിലും നമുക്ക് പൊടി വാട്ടുമ്പോൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം അതിലേക്ക് ഒന്ന് ഒഴിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഴച്ചാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇമ്മാക്ക് എന്താ വെച്ചാൽ ഇമ്മാൻ്റെ ഒരു കയ്യിന് ഭയങ്കര വേദനയാണ്, അതായത് ഒരു ഇടത് കയ്യിന് ഭയങ്കര വേദന ഉള്ളതുകൊണ്ട് പൊടി കുഴക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അപ്പം ഉമ്മാക്കാണെങ്കിൽ പത്തിരി ചുടുക, ചപ്പാത്തി ചുടുക, അടുക്കളയിലുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭയങ്കര എന്താ പറയുക ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉമ്മാക്ക് ഈ പത്തിരി, ഞാൻ അങ്ങനെ പത്തിരി ചുടുമ്പോൾ ഉമ്മാക്ക് അത് പിന്നെ എനിക്ക് ചുടാൻ പറ്റുന്നില്ലല്ലോ കുഴക്കണതാണ് ഉമ്മാൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അത് പറ്റുന്നില്ലല്ലോ, ഉമ്മാക്കനെ ചെയ്യണം, അതുകൊണ്ടാണ് മെയിനും. അപ്പോൾ പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ പറയും. അപ്പോൾ ഇതെന്തോ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ എന്തോ കണ്ടപ്പം ഇമ്മ വാങ്ങി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒരു പിന്നെ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ അപ്പോൾ നമുക്ക് വേദനയുള്ള കൈ കൊണ്ട് ഉമ്മ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ഒരു കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ട് ഉമ്മ നല്ല രീതിയിൽ ഇപ്പോൾ പത്തിരിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഉമ്മാക്ക് ഇനിയിപ്പോൾ നോമ്പൊക്കെ ആവില്ലേ, എനിക്കത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആവും കരുതിയിട്ട് ഓർഡർ ചെയ്തതാണ്. ഇപ്പം കിട്ടിയിട്ട് ഒരു മാസത്തോളമായി, ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ എന്തായാലും ബറാത്ത് നോമ്പിന് ഒന്ന് പത്തിരി എന്തായാലും ഉണ്ടാക്കി വേണ്ടി വരുമല്ലോ, അപ്പോൾ എന്നാൽ ഉണ്ടാക്കി നോക്കാം, കുഴച്ച് നോക്കാം എന്നൊക്കെ പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷെ അത് ഇന്നലെ നടന്നില്ല. അപ്പോൾ ഇന്ന് ആ ഒരു പ്ലാൻ ഞാൻ ഇന്നാണ് ചെയ്തത്. കാരണം രാവിലെ പത്തിരി കിട്ടിയതിൻ്റെ കിട്ടിയാണ് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് അത്രയും നേരം നമ്മൾ പട്ടിണി കിടന്ന് ആ ഒരു വിശപ്പിക്ക് പത്തിരി കഴിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഗ്യാസ് കയറുന്നതും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്നത് കേട്ടോ. എന്തായാലും അടിപൊളിയാണ് ഈ പ്രൊഡക്റ്റ്. ഇങ്ങനെ വാങ്ങാൻ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇത് വാങ്ങിയാൽ നല്ലതാണോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ, അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ കൈ പൊള്ളേ പിന്നെ കുഴക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ കവറിൽ ഒട്ടി പിടിക്കുക അങ്ങനെ ഒന്നുമില്ല, അടിപൊളിയായിട്ട് കുഴച്ച് കിട്ടുന്നുണ്ട്. ഞാനിതാ പിന്നെ പരത്താൻ മടിച്ചിട്ട് പിന്നെ അമർത്താണ് ചെയ്യുന്നത്. വലിയ എന്താ പറയുക വലുതായിട്ട് വട്ടം വെച്ചിട്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ വട്ടമായിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ പരത്താറുണ്ട്, അമർത്തിയിട്ട് ഒന്നും കൂടി പരത്താറുണ്ട് നൈസാവാൻ വേണ്ടിയിട്ട് പലമല പരത്താറുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ അപ്പോഴേക്കും തന്നെ ഇതുമ്പോൾ മദ്രസിട്ട് വന്നു. ഓള് 8:40 ആകുമ്പോൾ ചോദിച്ച് വരും, മദ്രസിൽ നിന്ന് ചോദിച്ചു വരും സ്കൂൾക്ക് നേരത്തെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 9:15 ഒരു 8:45 മുകളിനോട് എടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ പിന്നെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പിന്നെ വല്ലാതെ പരത്താൻ നിൽക്കാതെ പെട്ടെന്ന് ചുട്ടെടുത്തിട്ടു. അപ്പോൾ നന്നായിട്ട് അമരാനും വട്ടത്തിൽ ഒന്നും കൂടി പരന്ന് കിട്ടാനായിട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് പിന്നെ ഈ നമ്മുടെ പ്രസ്സുമേൽ വെളിച്ചെണ്ണ തേച്ച് അമർത്തിയപ്പോൾ നന്നായിട്ട് രീതിയിൽ വട്ടമൊക്കെ വെച്ച് വന്ന് പൊടിയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ ചുട്ടെടുത്ത് അപ്പോൾ ഇതും വന്ന പാടനോളി യൂണിഫോമൊക്കെ മാറ്റി വന്നപ്പോൾ പിന്നെ ഓക്കെയാണ്. ചിക്കൻ കറിയും പിന്നെ പത്തിരിയൊക്കെ കൊടുത്തിട്ടോളൂ. അത് 2-3 എണ്ണം കഴിച്ച് എണീറ്റ് പോയിട്ടുണ്ട്. ഞാൻ പിന്നെ അവിടെ വേഗം ക്ലീൻ ആക്കണം. പിന്നെ നമ്മൾ പരത്തിയ പാത്രവും കുഴച്ച പാത്രവും ഒക്കെ കഴുകാനിട്ട് വെള്ളം പാർന്നിട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ആ തട്ടിൽ നമ്മൾ ആദ്യമൊക്കെ കുഴക്കും, നമ്മൾ ആദ്യം കവറിലല്ലല്ലോ സാധാ കുഴക്കലാണല്ലോ. അപ്പോൾ ആ കുഴക്കുന്ന ടൈമിൽ അവിടെയൊക്കെ അതുമൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവരുത്, അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ആക്കാനൊക്കെ എളുപ്പമാണ്. അതേപോലെ തന്നെ കവറും ക്ലീൻ ആക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ഒന്നും ഒട്ടി പിടിക്കാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പിന്നെ വാഷ് ചെയ്തിട്ട് തൂക്കിയിട്ട് ഞാൻ ഉണങ്ങിയതിന് ശേഷം അത് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കയറുണ്ടല്ലോ, കയറും നമ്മൾ എടുത്ത് വെക്കണം അപ്പോഴാണ്, അല്ലെങ്കിൽ ഇതിനെ കയറ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കെട്ടാൻ ബുദ്ധിമുട്ടാവില്ല, കിട്ടിയാലേ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കുഴക്കാൻ പറ്റുള്ളൂ. എന്തായാലും വേഗം പാത്രങ്ങളും തട്ടും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു. പ്ലേറ്റ് പിന്നെ ഇതും തന്ന പ്ലേറ്റ് ഉണ്ടായിരുന്നു, പൊടി എടുത്ത പ്ലേറ്റ് ഉണ്ടായിരുന്നു, പൊടി പിന്നെ പരത്തി വെച്ച പ്ലേറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചപ്പോൾ ഇന്നങ്ങനെ വെയിറ്റ് ചെയ്യണം മൊക്കനെ ഇട്ട് തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നും മൊക്കനെയൊക്കെ കൈ പിടിച്ച് ഇങ്ങനെ കാത്ത് നിൽക്കണം. അപ്പോൾ ഞാൻ ഈ പാത്രം കൂടി കഴുകി വെക്കട്ടെ, അത് കഴുകി വെട്ടിട്ട് ഇങ്ങനെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അങ്ങനെ കഴുകി കിച്ചൺ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ മറ്റേ പത്തിരി ചുട്ട ചട്ടി ഏതായാലും ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ, നല്ല ചൂടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ മൊക്കനെ കുത്തുക സമയം നല്ലോണം വൈകിട്ടുണ്ട്, 9:30 കഴിഞ്ഞിട്ടുണ്ട്. പത്തിരിയൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ അതിലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ നോക്ക് നല്ല ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ വേഗം പിന്നെ മൊക്കനെയൊക്കെ ഇട്ട് കൊടുത്തു. മുടി വാരാൻ വേണ്ടി നോക്കിയപ്പോൾ മദ്രസക്ക് പോകുമ്പോൾ മുടി വാർന്ന് കെട്ടി വെച്ചതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നുകൂടി വാർന്ന് തരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് വാണ്ടമ്മച്ചിന് പിന്നെ നേരം കുറേ ആയിന് എനിക്ക് പോകണം, 9:45 നമുക്ക് അവിടെ എത്തണം, ഫസ്റ്റ് ബെല്ല് അടിച്ചുമ്പോൾ എത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഗേറ്റ് അടക്കുകയാണ്, ഗേറ്റ് അടച്ചാൽ പിന്നെ ഉള്ളിൽ കയറാൻ സമ്മതിക്കില്ല, പിന്നെ പാരൻസിനെ കൊണ്ടുവന്നാലേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ മുടി കെട്ട് കഴിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞുള്ള മുടി ഭയങ്കര കെട്ട് പിടിക്കുന്ന ടൈപ്പ് മുടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു വട്ടം വാർന്ന് കെട്ടി കൊടുത്തതാണ്. പിന്നെ ഞാൻ എന്നാൽ പിന്നെ അതിൻ്റെ മതിയെന്ന് കരുതി ഞാൻ വേഗം മൊക്കനെയൊക്കെ കുത്തി കൊടുത്തു. ഈ ഒരു മൊക്കനുണ്ടല്ലോ ഉള്ളതാ ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കൂട്ടോ. ഞാൻ അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ മെല്ലൊന്ന് ജസ്റ്റ് മൊക്കന ഇട്ടാൽ പോരെ എന്ന് പറഞ്ഞാൽ ഓൾ അത് 2 സൈഡ് ഉള്ളിലേക്ക് മടക്കിയാണ്ടോ ഓള് മുഖം കണ്ടില്ലേ ഉള്ളിലേക്ക് മടക്കി ഇങ്ങനെ വെക്കൂട്ടോ. എനിക്കാണെങ്കിൽ അത്
ഇഷ്ടമല്ല, ഞാൻ എത്ര പറഞ്ഞാലും അവൾ കേൾക്കൂല കേട്ടോ. ഇന്നിപ്പോൾ ഈ ഒരു പ്രായത്തിലല്ലേ ഇങ്ങനത്തെയൊക്കെ കോലത്തിൽ നടക്കുള്ളൂ അല്ലേ. ചിലപ്പം 1-2 കൊല്ലം കൂടി കഴിഞ്ഞാൽ പിന്നെ മോഡലായി നടക്കലേ. കാരണം ഇപ്പം ഈ പിന്നെ ചെറിയ പ്രായത്തിലല്ലേ ഓല് ചൊറുക്കൊന്നും നോക്കാതെ കൊള്ളും. അപ്പം എനിക്ക് 2 പെൺകുട്ടികളെ വളർത്തിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും ഒരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടല്ലോ. ഒരു 7ാം ക്ലാസ് കണ്ട് എത്തുമ്പോഴേക്കും വലിയൊരു ചൊറുക്ക് നോക്കലും മൊക്കനിടാനൊക്കെ പിന്നെ എത്ര വട്ടം കുത്തിയാലും നന്നാവൂല. കണ്ണടനെ മുന്നേ നിങ്ങോട്ട് പോരില്ല, മൊക്കനെ അങ്ങനെ കുത്തുന്നു, മൊക്കനെ ഇങ്ങനെ കുത്തുന്നു, നല്ല രസമായി കണ്ടിരിക്കാൻ കേട്ടോ. ഏതായാലും അപ്പൊക്കിന് റെഡി ആയിക്കോളൂ എന്ന് കരുതി ഞാൻ പിന്നെ ഒന്നും ഇതുമുന്നെ വല്ലാതെ അങ്ങോട്ട് ചീത്ത പറയാനൊന്നും പോയില്ല. അങ്ങനെ ഇതും ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് വന്നു. അപ്പോൾ ഓള് പോയി ഞാൻ വേഗം കിച്ചണിക്ക് മൂപ്പർക്കുള്ള ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടി പോവാണ്. അങ്ങനെ വേഗം മൂപ്പർക്ക് കൊടുത്തിട്ട് ഞാൻ കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഐറൂസ് എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ കുറച്ചൊന്ന് തയ്ച്ച് വെക്കണം, അല്ലെങ്കിൽ വെട്ടി വെക്കാനുണ്ട്. ഒരു ടോപ്പ് ഞാൻ തയ്ച്ച് പിന്നെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പിന്നെ മുഴുവനാക്കണത് നീനൂട്ടിൻ്റെ ഒരു ഷർട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം വന്ന് പോകുമ്പോഴെങ്കിലും അത് ഇടാലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, അങ്ങനെ ജസ്റ്റ് ഒരു ഷർട്ടാണ്. അപ്പോൾ അങ്ങനെ അതൊന്ന് മുഴുവനാക്കണം. അതുകൊണ്ട് ഞാൻ വേഗം ഇങ്ങനെ പണി തീർക്കുകയാണ്. അപ്പോൾ മൂപ്പർക്കവിടെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു. പിന്നെ ഇതാ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് പിന്നെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അത് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം കുറച്ച് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അലക്കലൊക്കെ അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വിരിച്ചിടണം, എന്നിട്ട് വേണം പോവാൻ. പിന്നെ ഒരു ചായ കുടിക്കണം. എനിക്ക് ഇത്രയും നേരം നമ്മളിങ്ങനെ രാവിലെ ഈ നേരമൊക്കെ ആകുമ്പോൾ ചായ കുടിക്കാൻ പിന്നെ ഭയങ്കര ഇടങ്ങാറ് കേട്ടോ. കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടിപ്പാഞ്ഞതല്ലേ. പിന്നെ അതുപോലെ പത്തിരിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഒരു തല ഉഷാറാവണമെങ്കിൽ ഒരു ചായ അങ്ങോട്ട് കുടിക്കണം. അങ്ങനെ അതാ തിരുമ്പിയത് ഒക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുപോയി വേഗം വിരിച്ചിടുകയാണ്. പിന്നെ ഇത് ഇന്നലെ രാത്രി തിരുമ്പിട്ടത് ഞാൻ നീച്ചപാട് ചിക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് അവിടെ കാണുന്നത് കേട്ടോ. നീനുട്ടി ചില നാളെ വരും. ഒക്കെ ഇന്ന് പിന്നെ ഡ്യൂട്ടി വെള്ളിയാഴ്ചയാണ് ലീവ്. അപ്പോൾ നാളെ വരും. അപ്പോൾ ഓളെ തോർത്തുമുണ്ടും കാര്യങ്ങളൊക്കെ ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് തിരുമ്പാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓളെ തോർത്തുമുണ്ടൊക്കെ തിരുമ്പിയിട്ടു, അതാണ് അവിടെ വിരിച്ചിട്ടത്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് പുതപ്പൊക്കെ ഒന്ന് അലക്കിയിടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും യൂണിഫോമും ഇതൊക്കെ ഞാൻ അവിടെ നിർത്തിയിട്ടിട്ട് ഇത് ഐറൂസിൻ്റെ കേട്ടോ. ഐറൂസിൻ്റെ നിക്കറും കുപ്പായി ഞാൻ ഈ ഒരു ഭാഗത്താണ് വിരിച്ചിടാറുള്ളത്. ഓന് പെട്ടെന്ന് അവൻ്റെ ചെറിയതല്ലേ കൊയിഞ്ഞാണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതവിടെ നമ്മൾ കാണുന്നോടത്ത് വിരിച്ചിടും. പിന്നെ ഞാൻ ചൂലെടുത്ത് വേഗം മുൻഭാഗം ഒന്ന് അടിച്ചു വാരി തുടക്കട്ടെ എന്ന് കരുതി ഓടി പോകുന്നതാണ്. അപ്പോൾ ഇന്ന് 10 രൂപ ഇടാനുള്ളതുകൊണ്ട് ഞാൻ നീച്ചപാടന്നെ ഇവിടെ മുൻഭാഗം അടിച്ചു വരാൻ വന്നില്ല കേട്ടോ. പിന്നെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് ഇവിടെ ഒന്ന് അടിച്ചു വാരിയിട്ട് തുടച്ച് വെച്ചാൽ പിന്നെ സമാധാനം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നെ ഉച്ചയ്ക്ക് ശേഷമോ ഐറൂസിൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമോ അത് തരം പോണ എപ്പോഴാ വെച്ചാൽ നമുക്ക് തുടച്ച് വൃത്തിയാക്കാൻ എഴുതി അവിടെ സിറ്റൗട്ട് ഒന്നങ്ങോട്ട് വൃത്തിയാക്കണം. അപ്പോൾ നമ്മൾ ചൂലെടുത്ത് വന്ന് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരുമ്പോൾ തന്നെ അവിടെ എന്തെങ്കിലും മാറാലുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ ഇങ്ങനെ തട്ടിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തേക്കാണ്ട് തട്ടിയിടാണ്. മുറ്റത്തേക്ക് ഞാൻ ഇന്ന് ഇറങ്ങിയിട്ടില്ല അടിച്ചു വാരാൻ. വലിയ കച്ചറൊന്നും ഇല്ലാത്തത് കൊണ്ട് മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ മുറ്റടിച്ച് വാരാറുള്ളൂ. വൈകുന്നേരം ചിലപ്പോൾ കരുതും ചൂലും കൊണ്ട് മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിയാലോ എന്ന്. പക്ഷേ ഞാൻ ഇറങ്ങണതിൻ്റെ ഒപ്പം തന്നെ ഐറൂസും ഇറങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ മണ്ണിൽ ഭയങ്കര കളിയാണ്. ഇവിടെ ആണെങ്കിൽ ഇപ്പം നായ്ക്കളെ ശല്യമുണ്ട്, പോരാത്തതിന് പൂച്ചകളും ഉണ്ട് കേട്ടോ. പൂച്ചകൾ ഇത് ഈ കല്ലൊക്കെ മാന്തിയിട്ട് അതിൽ അപ്പിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഐറൂസിന് മണ്ണ് മാന്തി അല്ലെങ്കിൽ അവിടെ മണ്ണിൽ കളിക്കുമ്പോൾ ഇതാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് വൈകുന്നേരം അവനെയും കൊണ്ടും ഇറങ്ങാൻ വയ്യ കേട്ടോ. അവന് മണ്ണിൽ കളിക്കുമ്പോൾ നമുക്ക് ഒരു എന്തോ പോലെ അല്ലേ. അപ്പോൾ അതും ഞങ്ങൾ അങ്ങനെ നിർത്തി വേണ്ടാന്ന് വെച്ചു. ഇനിയിപ്പോൾ രാവിലെ തന്നെ എപ്പോഴാണ് ഒഴിവുള്ളത് നേരെ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ആ ഷീറ്റൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ വലിയതായിട്ടുള്ള കച്ചറയൊന്നും മുറ്റത്തുണ്ടാവില്ല. എപ്പോഴേ 1-2 ദിവസം കൂടുമ്പോൾ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറ്റടിച്ച് വാരിയാൽ മതി. ഏതായാലും അടിച്ച് വാരൽ കഴിഞ്ഞു. പിന്നെ തുടക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ആ ഭാഗം മാത്രം ഒന്ന് മൂപ്പൊന്ന് പിന്നെ വെള്ളം പീഞ്ഞ് കൊണ്ടുവന്നിട്ട് മുൻഭാഗം മാത്രം സിറ്റൗട്ട് മാത്രം തുടച്ചിട്ട് മുന്നിലൂടെ അങ്ങോട്ട് ബാക്ക് ഭാഗത്തൂടെ അങ്ങോട്ട് കയറുകയാണ് ചെയ്തത് കേട്ടോ. ഇനി ഭാഗം ഒന്നും തുടച്ചിട്ടില്ല. ഇനി അത് നമുക്ക് ഒഴിവാണ് പണികളൊക്കെ തീർത്തിട്ട് ചെയ്യാം. അതിന് ഞാൻ വന്ന് ഇനി എനിക്ക് ചായയൊക്കെ കുടിക്കണം. കുടിച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കയറാനായിട്ട്. വേണം ഒരു കപ്പ് അരക്കപ്പ് പാലെടുത്ത് അരക്കപ്പ് വെള്ളം ആക്കിയിട്ട് പിന്നെ നമ്മളെ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് പാരുന്നുണ്ട്. ബാക്കി പാൽ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇപ്പോൾ നമ്മളെ ഗുഡ് ലൈഫിൻ്റെ പാല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്നതൊക്കെ പാല് ഞാനും കണക്കാ മോളും കണക്കാം. ഞങ്ങൾക്ക് രണ്ടാക്കും ചായ കുടിക്കൊരു കുറവില്ല. രാവിലെ കുടിക്കും വൈകുന്നേരം കുടിക്കും. അപ്പോൾ 4 ഗ്ലാസ് ചായ ആയില്ലേ. പിന്നെ ഐറൂസിന് വേണം എന്താ പറയുക ഇതുമൂന്ന് വേണം. ഞങ്ങൾ കുടിക്കണ കാണുമ്പോൾ ചിലപ്പോൾ ഇതുമൂന്നും ആകാം. അപ്പോൾ അങ്ങനെ ഒരു പാക്ക് 1 ലിറ്ററിൻ്റെ പാക്ക്
ഗുഡ് ലൈഫിൻ്റെ പാല് നമുക്ക് ഒരു ദിവസം പോയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് തീരെ കൊണ്ടുവരുന്ന സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇതും മദ്രസിട്ട് വന്ന സമയത്ത് തന്നെ പാല് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ബാക്കിയുള്ള പാല് ഞാൻ ഫ്രിഡ്ജ് കൊണ്ടുവച്ചൊരു ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചായ തിളപ്പിച്ച് ഇങ്ങനെ എടുക്കേണ്ട ഒരു ചായപ്പൊടി ഇങ്ങോട്ട് അതിൻ്റെ സത്ത് മുഴുവൻ അങ്ങോട്ട് കൂറി കിട്ടുന്ന വരെ അങ്ങോട്ട് തിളപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചായ കൂടി കണ്ടിട്ട് 1-2 പേര് കമൻറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങളെ ചായ ഉണ്ടാക്കൽ കണ്ട് ഞാനും ഇപ്പോൾ ചായക്ക് അഡിക്റ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സത്യം പറയാമല്ലോ, ഇന്നെ പോലെ ചായ കുടിക്ക് അഡിക്റ്റ് ആകരുത് എന്നാണ് ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം ഞാൻ തന്നെ അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ചായ കുടിക്കാൻ രാവിലെ പിന്നെ ഒരു തലവേദന പോലെയൊക്കെ തോന്നും. നമുക്ക് തോന്നുകയാണ്, എന്നാലും പാൽ നമുക്കൊന്ന് കുടിക്കുമ്പോൾ ഒരു സമാധാനമാണെന്നൊക്കെ നമുക്ക് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു അഡിക്റ്റ് ആക്കാൻ ആരോടും നിർബന്ധിക്കില്ല. പിന്നെ അതൊരു നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, എൻ്റെ തന്നെ തോന്നുന്നില്ല. അപ്പോൾ പിന്നെ വേറെയുള്ളവർക്ക് അത് ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്ക് വലിയൊരു താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഏതായാലും ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമ്മുടെ ഉണ്ടാക്കിയ പാത്രം ഒന്ന് കഴുകി വെച്ചു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഫുഡ് കഴിച്ച പാത്രവും സ്പൂണും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അപ്പോഴാണ് അവിടുന്ന് ഒരു ചെടപടി സൗണ്ട് ഇട്ടു. അപ്പോൾ ആരാ, എൻ്റെ രാജകുമാരന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവന് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരികയാണ് കേട്ടോ. ചൂടാണ്, കുറച്ച് ചൂടൊക്കെ സമയമായതുകൊണ്ട് ഐറൂസ് ഇപ്പോൾ കുപ്പായ ഇടലില്ല കേട്ടോ. രാത്രി കിടക്കുമ്പോൾ അത് വരെ ഇട്ടുണ്ട്. രാത്രി മേലെ എഴുകിയിട്ട് പമ്പസ് മാത്രം ഇട്ട് കിടക്കലാണ്. അപ്പോൾ അവനെ എന്താ വെച്ചാൽ അവിടെ ജനവാതിൽ രാത്രി തുറന്നിട്ട് പിന്നെ കിടക്കാൻ നേരം കിട്ടും അടുക്കലുള്ളൂ. ഒന്ന് ജനവാതിൽ അടക്കാഞ്ഞാൽ ലൈറ്റ് ഇട്ട് കിടക്കും. ലൈറ്റ് ഇല്ലെങ്കിൽ പേടിയാണ്. അപ്പോൾ ലൈറ്റ് ഇട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ജനവാതിൽ തുറന്നിട്ട് കിടക്കാൻ വയ്യ. എന്തായാലും എഴുന്നേറ്റ് വന്ന് ഞാൻ ഈ ചായ കുടിച്ചിട്ട് ഞാൻ പാലൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ.